സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഇഡി നടത്തിയ റെയ്ഡ് നമ്മുടെ ഓർമ്മയിലുണ്ട്. 2020 അത്. ആ റെയ്ഡ് നടന്നപ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് എന്തായിരുന്നു കേട്ടു. ഇത് ഒരു അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. CMനുവിന്റെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റ് നടപടികളുടെ ഭാഗമല്ലേ. അത് ഇതുമായിട്ട് അതിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്. അപ്പോൾ അത് എന്താ ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ ഇന്ന് രാവിലെ ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി പുറപ്പെടുകയാണ്. CPMന് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഇരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ധാരണ. സമൻസ് നേരിട്ട് നൽകിയാണ് ED വീണാ വിജയന്റെ മൊഴിയെടുക്കുന്നത്. NK ഷിജു ചേരുന്നു. ഷിജു, രാവിലെ മുതൽ ഏതാണ്ട് കഴിഞ്ഞ 1.5 മണിക്കൂറായി റെയ്ഡ് തുടങ്ങിയ അല്പസമയത്തിനകം തന്നെ സമൻസ് നേരിട്ട് ഉദ്യോഗസ്ഥർ വീണാ വിജയന് കൈമാറുകയും പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ തന്നെ അവർ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. രാവിലെ തന്നെ അറിയാമല്ലോ, നമ്മുടെ പിണറായി സഖാവിന്റെ വീട്ടിലെ EDയുടെ റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 6, 7, 8, 9 മണിക്കൂറോളം ആവാറായി. ഇപ്പൊ ഞാൻ ഈ ഒരു ഷൂട്ട് തുടങ്ങാൻ നേരത്ത് എന്റെ പൊന്നോ, അവിടുത്തെ ജനങ്ങളൊക്കെ നിങ്ങളൊന്ന് കാണണം. ഇവിടുത്തെ ജനങ്ങളോട് ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഇത് VD സതീശൻ നടത്തുന്ന റെയ്ഡ് അല്ല, മനസ്സിലാക്കണം ആദ്യം. എല്ലാവരും പറയുന്നത് VD സതീശനാണ് ഇതിന്റെ ഇത് കളിക്കുന്നത്, VD സതീശന്റെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്, അങ്ങനെ കരുതുന്ന കുറെ ആൾക്കാരുകളുണ്ട്. ഇത് കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ ചെയ്യുന്ന പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് അന്വേഷണം തുടരുമെന്നും പറഞ്ഞ് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ ദേശാഭിമാനിക്കകത്ത് വാർത്തയിലൊക്കെ ഉള്ളൊരു കാര്യം തന്നെ ആയിരുന്നു അത്. ഇന്നലെ VD സതീശനെയും ഈ പറഞ്ഞ നരേന്ദ്രമോദിയും കൂടെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇതേ തുടർന്ന് ഇതിനു വേണ്ടിയുള്ള പണിയാണെന്നുള്ള രീതിയിലാണ് ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ വളച്ചൊടിച്ച് വരികയാണ്. ഇങ്ങനെയൊക്കെയാണ് ഇവന്മാർ ഈ പാർട്ടി വളർത്താൻ നോക്കുന്നത്. നാണം കെട്ട പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. നാണം കെട്ട പരിപാടി എന്തിനിങ്ങനെ കാണിച്ചിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിൽ പണ്ട് 2020 റെയ്ഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഈ പറയുന്ന പിണറായി സഖാവ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ആ ഒരു വീഡിയോ കാണാം. എന്നിട്ട് ഇന്നത്തെ ഓരോ നേതാക്കന്മാർ പറയുന്ന ഓരോ കാര്യങ്ങൾ കാണാം. ഇപ്പം ഞാൻ രാഹുൽ മാങ്കൂട്ടം നമ്മുടെ രാഹുൽ മാങ്കൂട്ടം കപ്പുമായിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, നമുക്ക് അതിലോട്ട് പോവാം. ഒരു മിനിറ്റ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണേ. അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേക്കണേ. ലൈക്ക് ചെയ്യണേ. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കണം. ഈ വീഡിയോ ഞാൻ അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ലൈക്ക് ചെയ്ത അഭിപ്രായം നിങ്ങൾക്ക് എന്താ പറയണ്ടേ, സത്യസന്ധമായിട്ടുള്ള ആൾക്കാർ കമൻറ്റ് ഇടണം. എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറയാം. ഓക്കെ, അതിനടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. കപ്പും പിടിച്ച് നിൽക്കുന്ന ഒരു കപ്പ് എടുക്കട്ടെ. കപ്പേ ഓർമ്മയുണ്ടോ? പണ്ട് പിണറായി കപ്പും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിന്ന ഒരു ഇതുണ്ടായിരുന്നു. അത് സത്യത്തിൽ പിണറായി പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു ആ കപ്പിനകത്ത് ഇതാണ്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ. അത് പുള്ളി പിന്നെ പറയുകയും ചെയ്തു. അത് സോഷ്യൽ മീഡിയ കത്തുകയും ചെയ്തൊരു സംഭവമാണ്. രാഹുൽ നൈസായിട്ടങ്ങ് എനിക്ക് പറയാം. ഓക്കെ, എന്തായാലും നമുക്ക് നമ്മുടെ പിണറായി വിജയൻ 2020 പറഞ്ഞ കാര്യങ്ങൾ ഞാനൊന്ന് വെച്ച് തരാം. റെയ്ഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, വീണയുടെ അതായത് വീണാ വിജയൻ്റെ കാര്യങ്ങൾ നേരത്തെ മുതലേ ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരുപാട് കള്ളങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്നും നമ്മൾ സംസാരിച്ചതാണ്. PD ഒക്കെ ഡയറക്റ്റായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്റ്റേറ്റിലൊരു മന്ത്രിയോ വിചാരിച്ച ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല ഇത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നടക്കുന്നത്? ഓക്കെ, എന്തായാലും നമുക്ക് ഇത് വെക്കാം. എനിക്ക് ഒരു മിനിറ്റ് ഈ ഒരു പോസ്റ്റും കൂടെ കേൾക്കണേ. പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ട് കാര്യമില്ല, വല്ല കോൺഗ്രസ്സുകാരൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയ BJPക്ക് ഒരു നേതാവിനെ കിട്ടും. ബിനീഷ് കോടിയേരി പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, എടേ ഈ ഇലക്ഷൻ എത്ര ആൾക്കാർ പാർട്ടിമാർ കോൺഗ്രസ്സിലോട്ട് വന്ന്, മോനെ ബിനീഷേ നിനക്ക് എന്നിട്ട് പോലും ഒരു സീറ്റ് കിട്ടിയില്ലല്ലോടാ. എന്താടേ ഇത്? ഈ ഞാൻ പറയുന്നില്ല, പറഞ്ഞ് ചിലപ്പോൾ കൂടിപ്പോവും. ഇവൻ ലോകപ്പൊട്ടനാണ്. ലോകപ്പൊട്ടെന്ന് വെച്ചാൽ ലോകപ്പൊട്ടൻ. ഇവൻ്റെ വീട്ടിൽ റെയ്ഡ് കാണുന്ന സമയത്ത് എന്തായിരുന്നു ഇവൻ്റെ നേതാവ് പറഞ്ഞ എന്തായിരുന്നെന്ന് കേട്ട് നോക്ക്. എടാ, ഇതിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് വേറൊരു നീതി, പിണറായിക്ക് വേറൊരു നീതി. അതെന്താണ്? എടാ, ഞാൻ ഒരു കാര്യം പറയാം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കുന്ന എന്തിനാ? റെയ്ഡ് ചെയ്തിട്ട് പോട്ടടേ, അത്രേ ഉള്ളൂ. ആ ഒരു സെൻസിൽ എടുക്കുക. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. റെയ്ഡ് വന്നെങ്കിൽ വന്ന് ചെയ്തിട്ട് പോട്ടെ പുല്ലന്മാരെ. ആ ഒരു മൈൻഡ് വെക്ക് സഖാവേ. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അന്വേഷണ ഏജൻസിയുടെ കയ്യിലുള്ളത് എന്ന്
അറിയാതെ നമുക്കത് സംബന്ധിച്ച് ഒന്നും പറയാനാവില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നേരിടുന്നതിന് നമ്മുടെ നാട്ടിൽ നിയമങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കുകയും ചെയ്യും. അക്കാര്യത്തിൽ നമുക്കിപ്പം ഉറപ്പിച്ചൊന്നും പറയാനാവില്ല എന്താണ് എന്നുള്ളത്. അപ്പോൾ അന്വേഷണ ഏജൻസി ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായാണ്. അപ്പോൾ അവരുടെ കയ്യിൽ എന്താണ് ഉള്ളത് എന്ന് അറിയാത്തൊരു കൂട്ടർ അതിനെപ്പറ്റി മറ്റെന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ശരിയാവില്ല. അതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. 2020 പിണറായി വിജയൻ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ നടന്ന റെയ്ഡിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ്. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്താണുള്ളതെന്ന് നമുക്കറിയില്ല, അതറിഞ്ഞാൽ മാത്രമേ പറയാനാകൂ എന്ന് ഇപ്പോൾ നമ്മൾ പിണറായി വിജയനെ സംസാരിക്കുന്നതാണ്. 2020 പ്രതികരണം കൊടുക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ ബോക്സിൽ കണ്ടത് ബിനീഷ് കോടിയേരി ആ വീട്ടിന് മുന്നിൽ വന്ന് പിണറായിയുടെ തിരുവനന്തപുരത്തെ ബേക്കർ ജംഗ്ഷനിലെ വീട്ടിന് മുൻപിലിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണവും നമ്മൾ നേരത്തെ കേട്ടു. ബിനീഷിന്റെ കുട്ടിയെ പറ്റി പറഞ്ഞു. അന്ന് നമുക്ക് ഓർമ്മയുണ്ട്, തീരെ ചെറിയ കൊച്ചായിരുന്നു, തീരെ ചെറിയ കുട്ടിയായിരുന്നു. ആ കുട്ടി വരെ അത്രയും മണിക്കൂറുകളോളം ആ റെയ്ഡിന്റെ ഭാഗമായി തടഞ്ഞു വെക്കപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായതും അവിടെ ബാലാവകാശ ലംഘനം ഉണ്ടായതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ പാർട്ടിയുടെ പ്രശ്നമായി ഏറ്റെടുക്കുമ്പോൾ അന്ന് പാർട്ടി സെക്രട്ടറിക്ക് നേരെ ഉണ്ടായത് എന്തുകൊണ്ട് പാർട്ടി ആ തലത്തിൽ ഏറ്റെടുത്തില്ല, അതിനെ ആ തരത്തിൽ വിമർശിച്ചില്ല, മാറി നിൽക്കേണ്ടി വന്നു കോടിയേരി ബാലകൃഷ്ണന് എന്നുള്ള ചോദ്യമാണ്. മുൻ മുഖ്യമന്ത്രി പിണറായി കണ്ടല്ലോ, നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇവർക്കൊക്കെ വേറെ നിയമം, കോൺഗ്രസ്സുകാർക്കൊക്കെ എന്തോന്നാണ് ഇത് സത്യത്തിൽ കേന്ദ്രത്തിൽ നിന്ന് വന്നൊരു കാര്യമാണ്. അത് നിങ്ങളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പടച്ചുവിടുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ കുറേ ആൾക്കാർ സമരം കിമരം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്, വെറുതെ ആണെന്ന് മാത്രം. വിജയന്റെ വീട്ടിൽ ED പരിശോധന നടക്കുന്നു. തിരുവനന്തപുരത്ത് വാടകയ്ക്കെടുത്ത ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലും കണ്ണൂരിലെ വീട്ടിലും പരിശോധനയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത് മാത്രമല്ല, മുഹമ്മദ് റിയാസ് മുൻ മുഖ്യമന്ത്രിയുടെ മരുമകൻ CPM നേതാവ് ബേപ്പൂർ MLA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ബേപ്പൂരിലെ വീട്ടിലും റെയ്ഡുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതുകൂടാതെ എക്സാലോജിക്ക് CMRLന്റെ ഓഫീസുകളിലും സമാനമായ റെയ്ഡ് നടക്കുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇന്നലെയാണ് അതിനിർണായക കേസിൽ കോടതിയുടെ വിധി വന്നത് എന്നതുകൂടി നമ്മൾ ചേർത്ത് വെക്കണം. CMRL കേസിൽ ED അന്വേഷണം തുടരാം എന്നാണ് കോടതി വ്യക്തം. VD സതീശൻ ഈ പറയുന്ന മോദിയെ പോയി കണ്ടു കഴിഞ്ഞാൽ കോടതിയിൽ നിന്ന് ഉത്തരവ് പെട്ടെന്ന് കിട്ടുമോ? അതാണ് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം. ഇതൊക്കെ വളച്ചൊടിക്കുകയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം എന്താണ്, വളച്ചൊടിച്ചേ പറ്റൂ, അല്ലെങ്കിൽ പൊക്കിക്കഴിഞ്ഞാൽ തീർന്നില്ലേ? എടാ, കാലം കുറേയൊക്കെ കാത്തു വെച്ചത് അങ്ങ് അനുഭവിക്കണം നീയൊക്കെ. അത് ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. ഒരുപാട് കേസ് കേട്ടുകളുണ്ട്. ഞാൻ ഒരു പാർട്ടിയും ഇതാക്കി പറയുന്നില്ല, പക്ഷെ ഇവർ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത കുറേ പാവങ്ങൾ അണികളുണ്ട് ഇപ്പോഴും, നല്ല കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള. അതായത് പിണറായിയുടെ വീടിൻ്റെ വാതൊക്കെ നിൽക്കുന്നവരെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഞാൻ പറയും. കാരണം ഓരോരുത്തരുടെ സംസാര രീതികളും കാര്യങ്ങളൊക്കെ. പക്ഷെ എന്ത് ചെയ്യാനാ, ഇവറ്റയുടെ കൂടെ അങ്ങ് നിന്ന് പോകുന്നതേ ഉള്ളൂ. കുറേ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകത്തില്ല. പാർട്ടിയോടുള്ള സ്നേഹം വെച്ചാൽ പഴയ ആൾക്കാരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും വീണയുടെ മൊഴി ഉൾപ്പെടെ ഇഡിയുടെ കൈവശമുണ്ട്. ആ ചെയ്യാത്ത സേവനത്തിന് ഉൾപ്പെടെ പണം വന്നു. അതായത് ഒരു സേവനവും നൽകാത്ത കാലയളവിലും അവരുടെ അക്കൗണ്ടിലേക്ക് പണം വന്നു. രണ്ട് പ്രധാന സ്ഥാപനങ്ങൾ, അതായത് ഈ ശശിധരൻ കർത്തയുടെ ഉടമസ്ഥതയിലുള്ള CMRLന്റെ സ്ഥാപനത്തിൽ നിന്നും, അതുപോലെ നിപുണ എന്ന് പറയുന്ന മറ്റൊരു ഈ CMRL കമ്പനിയുടെ സഹസ്ഥാപനം, അതിന്റെ കമ്പനി അക്കൗണ്ടിൽ നിന്നെല്ലാം തന്നെ പണം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സ്ഥാപനം കേന്ദ്രീകരിച്ചും എല്ലാം പരിശോധന നടക്കുന്നത്. ഒപ്പം തന്നെ വീണയുടെ ബംഗളൂരുവിലെ ഈ സ്ഥാപനത്തിലും പരിശോധന നടത്തുന്നുണ്ട്. വീണ വിജയന് വന്നിട്ടുള്ള വിവിധ പണം ഏതാണ്ട് 1.72 കോടിക്ക് അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പണമിടപാട് നടന്നിട്ടുണ്ടോ, എന്താണ് ആ പണമിടപാടിന് കാരണം ഉൾപ്പെടെയുള്ള വിശദമായ വിവരങ്ങൾ വീണയിൽ നിന്ന് ചോദിച്ചറിയുന്നു. നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു സമൻസ് നൽകി എന്നായിരുന്നു നമുക്ക് സൂചന. പക്ഷെ അന്ന് അന്വേഷണവുമായി അവർ സഹകരിച്ചിട്ടില്ല. പിണറായി അന്ന് മുഖ്യമന്ത്രി ആയിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇന്ന് ഈ റെയ്ഡ് അപ്രതീക്ഷിതമായി ആ വീട്ടിലേക്ക് അവർ വരുമെന്ന് കരുതിയിട്ടില്ല. എന്തായാലും ആ റെയ്ഡിന് പോകുന്ന ഉദ്യോഗസ്ഥ സംഘം സമൻസ് ഉൾപ്പെടെ, വീണയെ ചോദ്യം ചെയ്യാനുള്ള സമൻസ് ഉൾപ്പെടെ തയ്യാറാക്കിയാണ് പോയിട്ടുള്ളത്. എന്തായാലും ആ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുന്നു. അത് ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥരെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനോ, ഷിജു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുമെന്ന് തോന്നുന്നുണ്ട്. ഒരു കാര്യമില്ലാതെ ED വരത്തില്ല, ഒരു കാര്യമില്ലാതെ വരൂല. ഒരു കാര്യമില്ലാതെ വരത്തില്ല. ഇത് നല്ല രീതിയിൽ പണി കിട്ടുന്ന ഒരു കേസ് കേട്ടാണ്. പല ആൾക്കാരും പറയുന്നുണ്ട് ചിലപ്പോൾ അറസ്റ്റ് പോലും നടക്കാൻ ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ വരെ സംസാരം നടക്കുന്നുണ്ട്. വെറുതെ ഒരു മനുഷ്യനെ കൊണ്ടുപോകത്തുമില്ല. പിന്നെ കണ്ണൂർ ഒരു സ്ഥലത്തു നിന്ന് ഈ പറയുന്ന പിണറായി വിജയനെ പോലെ ഒരു വ്യക്തിനെ കൊണ്ടുപോകാന്ന് വെച്ചാൽ അവിടെ ജനങ്ങൾ അവിടെ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ വൺ വോയിസ് വരേണ്ടി വരും. കാര്യമൊക്കെ കാര്യമാണെങ്കിലും ഞാനൊരു കാര്യം തുറന്നു പറയാം.
പിണറായി അല്ല, കമ്മ്യൂണിസം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതൊരു വേറൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പഴയ കമ്മ്യൂണിസമാണ് ഭയങ്കര ഇഷ്ടം, ഇപ്പോഴത്തെ അല്ല. അങ്ങനെ ഉറച്ചു നിൽക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും അവിടെ കണ്ണൂരിലുണ്ട്. കണ്ണൂരിൽ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ഇങ്ങേരെ വിട്. പക്ഷെ യഥാർത്ഥ കുറേ ആൾക്കാരുണ്ട്. ഉറച്ചൊരു നിപ്പ് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ തീരും. അത് വേറെ കാര്യം. നമ്മൾ പറയുമ്പോൾ അത് പറയണേ. എനിക്ക് കണ്ണൂരിലെ പഴയ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കുകയും ചിലതൊക്കെ വായിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. പഴയ ആൾക്കാരത് അടിപൊളി സാധനങ്ങളൊക്കെയാണ്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് രോമാഞ്ചം വരുന്നതൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഇപ്പോഴത്തെ ഒരു 10-13 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ട. കാരണം അത്രയ്ക്ക് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിക്ക് പോലും പേരുദോഷം ഉണ്ടാക്കുന്ന രീതിയിലാണ് ആൾക്കാരുടെ രീതിയും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറഞ്ഞ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുള്ളൂ. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണമല്ലോ. ഞാൻ കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി, പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതും പറഞ്ഞ് മനസ്സിലാക്കാം. പഴയ കമ്മ്യൂണിസ്റ്റ് അടിപൊളിയാണ്. അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ്. അത് നിങ്ങൾക്ക് എന്താ പറയണ്ടേ, അതൊരു രോമാഞ്ചം വരുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ അതിലോട്ട് കൂടുതലൊന്നും പറയുന്നില്ല, ബാക്കി കേൾക്കാം. ഈ CMRലുമായി വീണ വിജയന്റെ കമ്പനിയും വീണ ഒരു കൺസൾട്ടന്റ് എന്ന നിലയിലും ഓക്കെ, ഇതല്ല, നമുക്ക് വേറെ വെക്കാം. നമ്മുടെ രമേശ് ചെന്നിത്തല പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് കേട്ടാൽ മനസ്സിലാക്കാം. പിന്നെ എന്താ പറയണ്ടേ, ഞാൻ പറയില്ല, പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചല്ലോ. സ്ട്രോങ് ആയിട്ടൊക്കെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അവരൊക്കെ ഉള്ളപ്പം അവർ നല്ല രീതി എന്താ പറയുക, ജീവൻ പോലും പണയം വെച്ച് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ അവന്മാരൊക്കെ വെറും ഡൂക്ലി എന്നേ ഞാൻ പറയത്തുള്ളൂ, ഉള്ള കാര്യം പറയാമല്ലോ, ഡൂക്ലി ടീംസ് എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ പഴയത് വേറെ ലെവലിൽ ടീംസുകളൊക്കെ തന്നെയാണ്. അവർ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പം പിന്നെ കൂടുതൽ അഴിമതിയാണ്. പിന്നെ ഒരു കാര്യം പറയും, ഈ കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് അവരുടെയൊക്കെ മനസ്സിൽ തെറ്റിദ്ധാരണ കൊടുത്തിട്ടാണ് അവിടെ നിൽക്കുന്നത്. സത്യാവസ്ഥ ഇതൊക്കെയാണ്, അത് മനസ്സിലാക്കുന്നില്ല ആരും. ചെന്നിത്തല പറയുന്നത് എന്താണെന്ന് നോക്കാം. ഓക്കെ, മന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ലേ, കേരളത്തിന്റെ ആവശ്യമല്ലേ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റ് നടപടികളുടെ ഭാഗമല്ലേ. അത് ഇതുമായിട്ട് എന്തിനാണ് കൂട്ടിക്കുഴയ്ക്കുന്നത്? അപ്പോൾ അത് എന്താ, ആ രാഷ്ട്രീയ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. എനിക്ക് അത് മാത്രമേ അതിനെപ്പറ്റി പറയാനുള്ളൂ. അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല. അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP ആയിട്ട് സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അല്ല, ഇവിടെ ഇപ്പൊ ഇത് ഒരു സ്ഥിരം പല്ലവിയാണ്. കോൺഗ്രസും BJPയും ചേർന്ന് ആ സ്ഥിരം പല്ലവിയൊക്കെ ജനങ്ങൾക്ക് അറിയാവുന്നതാണ്. അത്തരം ഏർപ്പാടുകൾ വേണ്ട. കോൺഗ്രസ് എന്താണെന്നും BJP എന്താണെന്നും CPM എന്താണെന്നും എല്ലാവർക്കും അറിയാം. അത് വേണ്ട, അത് ഒരു കടന്ന കൈയാണ്. അത്തരം പ്രചരണങ്ങളൊക്കെ ഒരു കടന്ന കൈയാണ്. കൂട്ടുകെട്ടുണ്ടാക്കിയ ആളുകൾക്ക് ഇപ്പോഴെന്ത് പറ്റിയെന്ന് എനിക്ക് ചോദിക്കാനുള്ളത്. എവരാണ് കൂട്ടുകെട്ടുണ്ടാക്കിയിരുന്നത്? എവർക്ക് തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. CPMഉം BJPയും തമ്മിലായിരുന്നു ഏറ്റവും വലിയ ബന്ധം. ഇപ്പൊ ആ ബന്ധം എങ്ങനെ പൊളിഞ്ഞു, എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് ജനങ്ങളോട് പറയുന്നത്. ഓക്കെ, പുള്ളി കറക്റ്റ് ഒരു മറുപടിയും കാര്യങ്ങളും കൊടുത്തിട്ട് പുള്ളി പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളും, ഈ സ്ത്രീകളുടെ ബസ്സിന്റെ കാര്യങ്ങൾ അത് 15-ാം തീയതി നീട്ടി, അങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകളും ഫേക്ക് പോസ്റ്ററുകൾ ഇറക്കുന്നതും, മോഡിഫിക്കേഷന്റെ അത് ഇനി വരുത്തില്ല, അങ്ങനെയൊക്കെയുള്ള ഫേക്ക് ന്യൂസുകൾ സ്പ്രെഡ് ചെയ്യുന്നത്, ഇതൊക്കെ ഈ CPMന്റെയും ഈ സൈബറിന്റെയൊക്കെ ഒരുപാട് പരിപാടികളും കാര്യങ്ങളൊക്കെയാണ്. ജനങ്ങളെ എങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കുന്നുണ്ടോ അതുപോലെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിലും ഈ പറയുന്ന യൂട്യൂബിലാണെങ്കിൽ എടുത്ത് നോക്കുവാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭയങ്കര നെഗറ്റീവാണ്. കമന്റ് ബോക്സ് അവർ തെറി പറഞ്ഞ് തെറി വിളിക്കുകയാണ്. കാരണം ഇപ്പോൾ ന്യൂസുകാർ പഴയ സാധനം കൂടെ ഒത്തിക്കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലാക്കുക. ഇനി മുരളീധരൻ, BJP നേതാവ് MLA മുരളീധരൻ പറയുന്നതും കൂടെ നിങ്ങളൊന്ന് കേട്ട് നോക്ക്. വല്ല കാര്യമുണ്ട്? ഇതിപ്പോൾ പാർട്ടിക്ക് തന്നെ നാണക്കേടുന്ന രീതിയിലാണ് BJP പോലും ഗോൾ അടിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. ഇന്ന് രാവിലെ ഉടനെ തന്നെ എല്ലാവരും ഇറങ്ങി പുറപ്പെടുക. CPMന് കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമായിട്ട് ഇതുവരെ ഇരിക്കാത്തതുകൊണ്ട് അവർക്ക് നമ്മുടെ നാട്ടിലെ ഈ അന്വേഷണ ഏജൻസികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അവർക്ക് ധാരണയില്ല. ആ ധാരണയില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ ബാലിശമായിട്ട് അവർ ആലോചിക്കുന്നത്. അവർ ആ തലത്തിലേക്ക് എത്തണം. അറിയില്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ മിണ്ടാതിരിക്കണം. കേരള പോലീസുകാരനെ വിളിച്ചിട്ട്
ഈ രക്ഷാപ്രവർത്തനം നടത്തിയെന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് ED പ്രവർത്തിക്കുന്നത് എന്നുള്ള ധാരണയാണ് CPM-കാർക്ക്. അങ്ങനെയല്ല, കേരള പോലീസുകാരോട് പോയിട്ട് അടിക്കുക എന്ന് പറഞ്ഞതുപോലെ ED-യോട് പോയിട്ട് റെഡി എന്ന് പറഞ്ഞാൽ ED 12 സ്ഥലങ്ങളിൽ പോയി റെഡി എന്നതല്ല. ED-ക്ക് അതിൻ്റെതായിട്ടുള്ള രീതികൾ. എന്റെ സുഹൃത്തെ പറയുന്നത് കേട്ടത്, അതായത് 3 കോടതികൾ, കേരള ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി, ബാംഗ്ലൂർ ഹൈക്കോടതി, ഈ കോടതികളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും കേരള സർക്കാർ ഉൾപ്പെടെ കൊടുത്തിട്ടുള്ള തടസ്സവാദങ്ങൾ, ആ തടസ്സവാദങ്ങൾ മറികടന്നിട്ടേ അന്വേഷണം നടത്താൻ പറ്റുള്ളൂ. അത് അവസാനത്തെ ഇന്നലെയാണ് നടന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെയുള്ള അന്വേഷണം നടത്തുന്നതിന് ഉണ്ടായിരുന്ന പ്രശ്നം, എല്ലാ കോടതിയിലും എന്തെങ്കിലും ഇതിന് മുന്നോട്ട് പോരുത്, ഇത് സ്റ്റേ ചെയ്യണം, ആ കോടതികൾ ഇടപെട്ടു. കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റായില്ലേ? ഇപ്പം ഏകദേശം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ഇത് പറയുന്ന കറക്റ്റ് കാര്യങ്ങളാണ്. ഇത്രയും ഇതാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഞാൻ കേരളത്തിൻ്റെ വെളിവശത്ത് പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ബംഗാളിലുണ്ടായിരുന്നു, അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിൽക്കണം എന്നല്ല, കേന്ദ്രത്തിൽ എന്തെങ്കിലും സ്ഥാനമാനങ്ങളൊക്കെ വേണം. ഇപ്പോൾ ജോൺ ബ്രിട്ടാസൊക്കെ വന്നിട്ട് വിവരക്കേടുകളാണ് വിളിച്ച് പറയുന്നതൊക്കെ. പക്ഷേ ചുമ്മാ ED വരുമോ? അല്ലെങ്കിൽ ഇത്ര നേരം ഇപ്പൊ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയാണ് കാര്യങ്ങളെന്നൊക്കെ. ക്ലീൻ ചെയ്തിട്ടാണെങ്കിൽ അവർ ക്ലീൻ കിട്ടുന്ന തന്നെ പറഞ്ഞിട്ട് പോകുന്ന ടീമുകളാണ്. ഇതെല്ലാം വളച്ചും തിരിച്ചും മറിച്ചും ഒക്കെ വേണ്ട ഓരോന്നൊക്കെ കാണും. ഓക്കെ, ഇത് ഇന്നോ ഇന്നലെ പൊട്ടിമുളച്ച കാര്യങ്ങളോ അല്ല. നേരത്തെ മുതലേ ഈ പിണറായി സഖാവ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയം തൊട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. അത് മനസ്സിലാക്കി നിൽക്കുക. എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് എന്താണെന്ന് നോക്കാം. ഇനിയിപ്പം ഞാൻ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിലും നല്ലത് സംഭവിക്കട്ടെ. പുള്ളിയുടെ ഭാഗത്തോ കുടുംബത്തിൻ്റെ ഭാഗത്തോ തെറ്റൊന്നും ഇല്ലെങ്കിൽ അതും പുറത്ത് വരട്ടെ, നല്ലതായിരിക്കില്ലേ? ഓക്കെ, ഒന്നുമില്ലെങ്കിലും 10 വർഷം നമ്മുടെ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയല്ലേ? ഓക്കെ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്, ബൈ ബൈ. സബ്ബ് ചെയ്യാത്തവരൊക്കെ സബ്ബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൊടുക്കുക.